ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഒരു വിലയില്ല. ഭാര്യമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭർത്താക്കന്മാർ മരിക്കണം, അതിന് ഭാഗ്യം ചെയ്യണം. അല്ലോ പടച്ചോനെ. ഇപ്പൊ എനിക്ക് എവിടെ ഇരിക്കാൻ വയ്യ, അനങ്ങിയാ കുറ്റം, അങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം. എന്താ ഒന്ന് തുപ്പാച്ചാ അപ്പോഴും ചീത്ത, അനങ്ങിയാ ചീത്ത. എന്തപ്പ ചെയ്യാ? വല്ല വാടക വീട്ടിൽ പോയിട്ടാ നല്ലതിനൊക്കെ നല്ലതാ. ഈ തന്തേനെ കൊണ്ട് ഞാൻ തോറ്റുപോയി. ഇവിടെയൊക്കെ തുപ്പി നിറച്ച് എന്തായി കാട്ടിക്കുന്ന ആൾക്കാർ വന്നിരിക്കുന്നോർത്ത് അവിടെ കിടക്കുന്നു. ചെറുപ്പത്തിലേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എൻ്റെ വീട്. എൻ്റെ അവസ്ഥ കണ്ടില്ലേ പടച്ചോനെ, ഞാൻ ആരോട് പറയും? ബാത്റൂമിൽ ഈ പണ്ടാരത്തന്തേ കൊണ്ട് തോറ്റ് ആ ബാത്റൂമിൽ തുള്ളി വെള്ളം കൂടി ഒഴിച്ചില്ല. ഞാൻ ഇതിങ്ങളെ എവിടെ കൊണ്ടാക്കണ്ട്? നല്ല വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കിയല്ലോ നിങ്ങളേനെ. കുട്ടിയോട് പറഞ്ഞതാണ് ഇതിനെ എവിടെയാണ് ഈ പണ്ടാറങ്ങി കൊണ്ടാക്കാൻ. എന്താടി പ്രശ്നം? നിങ്ങൾ എവിടെയായിരുന്നു? ഈ തന്തപ്പിനെ കൊണ്ട് ഞാൻ തോറ്റ് അവിടെയൊക്കെ തുപ്പി നിറച്ച് ബാത്റൂം ആകെ വൃത്തികേടാക്കിയിട്ട് നിങ്ങൾ ഇതിനെ എവിടെയും ഒന്ന് കൊണ്ടാക്കി. എന്താടി പറഞ്ഞു? എന്റെ വാപ്പല്ലേ മനുഷ്യൻ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. നിങ്ങൾ ഈ തന്തപ്പിനെ എന്താ കാണിച്ചോളൂ. എന്നിട്ട് ഒന്നിട്ട് അതിനെ കൊണ്ടാക്കുക. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ആകുന്ന കാലത്തൊക്കെ പണിയെടുത്തിട്ട് മക്കളൊക്കെ നോക്കിയ ഇവക്ക് വയ്യാന്നുണ്ടാവുമ്പോ എൻ്റെ മകനെ നോക്കുന്നു. ഇപ്പൊക്കെ എല്ലാ കുട്ടികൾക്കും പരീക്ഷയും കാര്യങ്ങളാണ്. കുട്ടികള് കുഞ്ഞ് പരീക്ഷ കുട്ടികൾ വിരുന്ന് പറഞ്ഞേക്കാം. അല്ല നമ്മുടെ ചെയ്താലിക്കല്ലത്. എന്തെങ്കിലും ഇവിടെ ഇരിക്കണേ? എന്തൊക്കെ പിന്നെ വീട്ടന്നെ പുറത്താക്കി. എന്താ ചെയ്യാ? ഒരു ചെക്കുണ്ട്, ആ ചെക്കൻ നോക്കാണ്ട് എത്ര മുതലുള്ള ആളാ നോക്കി നോക്ക്. നമ്മക്കൊന്നും അതിനുള്ള ഭാഗ്യ യോഗം ഉണ്ടായില്ലല്ലോ. ആ ചെക്കനും കണക്കണം, മരുവളും കണക്കാ. രണ്ട് വർത്താനം പറഞ്ഞു. നിഷാദേ, എന്റെ വാലം തുറന്നാ. എന്ത്? ആരാണ്? അല്ലടാ, എന്താ എന്റെ അടുത്ത് പ്രശ്നം? എന്റെ വാപ്പ റോഡ് സൈഡിൽ ഇരുന്ന് കരയുണ്ടല്ലോ. എന്തുണ്ടായിട്ട് എന്താണ് കാര്യം? എത്ര കഷ്ടപ്പെട്ടാ വീടൊക്കെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയത്. ഈ വയസ്സായ ആൾക്കാരെ നോക്കണം, എന്നാലും നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കുള്ളൂ. നീ അവിടെ ഒറ്റക്ക് കുട്ടികളെ പോലെ ഇരുന്ന് കരയും. അല്ലടാ, എന്റെ പെണ്ണിനെ വിളിച്ച സക്കീന ഇവിടെ വന്നോടിയ. പൊന്നാര താത്ത, അവനിക്കല്ല പറയല്ലേ, ഞങ്ങൾക്കാ പറയല്ല നിങ്ങളോട്. അതെ താത്ത, നിങ്ങൾക്കറിയോ ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ വാർപ്പ് വീടാത്. ഞാൻ ചെറുപ്പം മുതൽ കോർമ്മ വെക്കണം മുതൽ മൂപ്പര് ഗൾഫിൽ അധ്വാനിക്കുക. അതെ, എത്ര വീട്ടില് വാപ്പിയും ഇല്ലാത്ത വീടുണ്ടെന്നറിയോ? ഉപ്പയും ഉമ്മ ഉണ്ടാവണ നമ്മളെ ഒരു വീടായി കഴിഞ്ഞാൽ വാപ്പിയും വേണം. നമ്മൾ വയസ്സായ ആളുകളെ നമ്മൾ നോക്കണം. നമ്മൾ നോക്കിയാൽ നമ്മുടെ മക്കള് നമ്മളെ നോക്കുള്ളൂ. ഇതിന്റെ അവസ്ഥ കേട്ടപ്പോ ഞങ്ങൾക്ക് സങ്കടം വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ആ റോട്ടിൽ ഇരിക്കുന്നത്. പാവം, എത്ര മുതലുള്ള ഒരു മനുഷ്യനാ. മുതലല്ല അതിന് വേണ്ടി, കുറച്ച് മനസ്സമാധാനം വേണ്ടത്. നിങ്ങൾ രണ്ടെണ്ണം ഉണ്ടായിട്ട് ഒന്ന് നോക്കിക്കൂടെ? നേരം പോലെ ഇനി എത്ര കാലം ജീവിക്കും അത്? എന്താ താത്ത അങ്ങനെ? നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് കുട്ടികളും മക്കളൊന്നും ഇല്ല. ഈ വീടും സ്ഥലമൊക്കെ വാപ്പാടെ വരില്ല. എന്റെ കെട്ടിയൊന്ന് സാമർത്ഥ്യം കുറവാ. ഞങ്ങൾക്ക് ഈ വാപ്പാടെ കാലശേഷം ഞങ്ങൾക്ക് ഈ മുതൽ കിട്ടുന്ന എന്താ ഉറപ്പ്? അതാണ് വിഷയല്ലേ. നിങ്ങൾ ഇതിനെ മരണം വരെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ വാപ്പാനെ ഞങ്ങൾ നോക്കിക്കൊണ്ട്. വാപ്പാ, ഈ കാഴ്ച കാണാൻ എന്ത് രസാ. അപ്പൊ നല്ല കാറ്റിട്ടുണ്ടാ? അവിടെ ഉണ്ട്. വാപ്പാ, ജ്യൂസ് എടുക്കട്ടെ? ഒന്നും വേണ്ട മോളെ, സമാധാനായി. വയറ് നിറഞ്ഞു.